ആഘോഷിക്കാൻ കേരളത്തിലേക്ക് എത്തുന്ന മലയാളികൾക്ക് ഇത്തവണ യാത്ര തന്നെ വലിയ ചെലവാകുന്നു. ബംഗളൂരു, ചെന്നൈ, മംഗലാപുരം തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന യാത്രക്കാരെ ലക്ഷ്യമിട്ട് സ്വകാര്യ ബസ്സുകൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടുന്നതാണ് പരാതി. സാധാരണ ടിക്കറ്റ് നിരക്കിന്റെ ഇരട്ടിയിലേറെയാണ് പല റൂട്ടുകളിലും ഈടാക്കുന്നത്. ഓണം അടുത്തതോടെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് അന്യസംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികൾ. വർഷത്തിൽ ഒരിക്കൽ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാനാണ് പലരും നാട്ടിലെത്തുന്നത്. എന്നാൽ ഇത്തവണ നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് തന്നെ വലിയ തുക ചെലവാക്കേണ്ട അവസ്ഥയാണ്. കോട്ടയം ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് എത്തുന്ന യാത്രക്കാരാണ് പ്രധാനമായും സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നത്. ട്രെയിൻ ടിക്കറ്റുകൾ വേഗത്തിൽ തീർന്നതും KSRTC സർവീസുകൾ കുറവായതുമാണ് സ്വകാര്യ ബസ്സുകളിലേക്ക് യാത്രക്കാരെ എത്തിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ കോട്ടയം ബംഗളൂരു റൂട്ടിൽ സ്വകാര്യ ബസ്സുകളിൽ ഏകദേശം 600 മുതൽ 2000 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക്. ബസിന്റെ തരം, യാത്രയുടെ സമയം, മറ്റ് സൗകര്യങ്ങൾ എന്നിവ അനുസരിച്ച് നിരക്കിൽ മാറ്റമുണ്ടാകും. അതേസമയം KSRTCയിൽ ഇതേ റൂട്ടിൽ സാധാരണ ദിവസങ്ങളിൽ ഏകദേശം 1500 രൂപ വരെയാണ് നിരക്ക്. സ്വകാര്യ ബസ്സുകളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ കഴിയുന്നതിനാൽ പല യാത്രക്കാരും KSRTCയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഓണത്തിരക്ക് തുടങ്ങുന്നതോടെ സ്ഥിതി മാറുകയാണ്. യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനൊപ്പം സ്വകാര്യ ബസ്സുകളുടെ ടിക്കറ്റ് നിരക്കും ഉയരുന്നു. അടുത്ത ആഴ്ച മുതൽ ചില സർവീസുകളിൽ 2000 രൂപ മുതൽ 5000 രൂപ വരെ ഈടാക്കുമെന്നാണ് റിപ്പോർട്ട്. ഇത് സാധാരണ യാത്രക്കാരെ വലിയ ബുദ്ധിമുട്ടിലാക്കും. ഒരു കുടുംബത്തിലെ 2-3 പേർ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ യാത്രയ്ക്ക് വലിയ തുക ചെലവാകുന്നു. തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് കൂടി എടുത്താൽ ചെലവ് ഇനിയും കൂടും. ഓണം കഴിഞ്ഞ് കേരളത്തിൽ നിന്ന് തിരികെ പോകുന്നവർക്കും വലിയ ആശ്വാസമില്ല എന്നാണ് യാത്രക്കാരുടെ പരാതി. സെപ്റ്റംബർ ആദ്യ ദിവസത്തിൽ കോട്ടയം ബംഗളൂരു റൂട്ടിൽ KSRTC ടിക്കറ്റ് നിരക്ക് ഏകദേശം 981 രൂപ മുതൽ 1423 രൂപ വരെയാണ്. എന്നാൽ അതേ സമയത്ത് ചില സ്വകാര്യ ബസ്സുകളിൽ 4200 രൂപ വരെ ഈടാക്കുന്നതായി റിപ്പോർട്ടുണ്ട്. അതായത് ഓണം കഴിഞ്ഞാലും യാത്രക്കാരുടെ തിരക്ക് മുതലെടുത്ത് സ്വകാര്യ ബസ്സുകൾ ഉയർന്ന നിരക്ക് തുടരുന്ന സ്ഥിതിയാണ്. ഓണം കഴിഞ്ഞാൽ ജോലി സ്ഥലത്തിലേക്ക് മടങ്ങേണ്ടത് പലർക്കും നിർബന്ധമാണ്. സ്കൂൾ, ഓഫീസ്, സ്ഥാപനങ്ങൾ എന്നിവ വീണ്ടും തുറക്കുന്നതോടെ മടങ്ങുന്ന യാത്രയുടെ എണ്ണം കൂടും. ഈ സാഹചര്യം സ്വകാര്യ ബസ് കമ്പനികൾക്ക് കൂടുതൽ നേട്ടമാകുന്നതായി യാത്രക്കാർ പറയുന്നു. ഓണക്കാലത്ത് കേരളത്തിലേക്കുള്ള ട്രെയിനുകൾക്കും വലിയ തിരക്കാണ്. ബംഗളൂരു, ചെന്നൈ, മംഗലാപുരം തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള പല ട്രെയിനുകളിലും ടിക്കറ്റുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തു കഴിഞ്ഞു. അവസാന നിമിഷം ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ട്രെയിൻ ടിക്കറ്റ് ലഭിക്കാത്തവർക്ക് പിന്നീട് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇതാണ് സ്വകാര്യ ബസ്സുകളുടെ ടിക്കറ്റ് നിരക്ക് ഉയരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത KSRTC കൂടുതൽ പ്രത്യേക സർവീസുകൾ നടത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ബംഗളൂരു, ചെന്നൈ, മംഗലാപുരം എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ നിന്നുള്ള വലിയൊരു വിഭാഗം ആളുകൾ ജോലി ചെയ്യുന്നത്. ഓണം വരുമ്പോൾ ഇവരിൽ പലരും കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനായി നാട്ടിലേക്ക് മടങ്ങും. എന്നാൽ ഇപ്പോഴുള്ള സർവീസുകൾ ഈ വലിയ തിരക്ക് നേരിടാൻ മതിയാകുന്നില്ല എന്നാണ് പരാതി. പ്രത്യേകിച്ച് കോട്ടയത്ത് നിന്ന് ചെന്നൈയിലേക്ക് KSRTCക്ക് നിലവിൽ നേരിട്ടുള്ള സർവീസ് ഇല്ല. ആയതിനാൽ ചെന്നൈയിൽ നിന്ന് കോട്ടയത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരുന്നു. നേരിട്ടുള്ള KSRTC സർവീസ് ഉണ്ടെങ്കിൽ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് യാത്രക്കാർ പറയുന്നു. ഓണക്കാലത്ത് നാട്ടിലെത്തുക എന്നത് പല മലയാളികൾക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാനുള്ള അവസരം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പലർക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് ടിക്കറ്റ് നിരക്ക് കൂടിയാലും യാത്ര മാറ്റിവെക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പലരും. ബസ്സിൽ 2000 രൂപയ്ക്ക് പകരം 4000 അല്ലെങ്കിൽ 5000 രൂപ നൽകേണ്ടി വന്നാലും നാട്ടിലെത്താൻ യാത്രക്കാർ നിർബന്ധരാകുകയാണ്. കുടുംബമായി യാത്ര ചെയ്യുന്നവർക്ക് ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ്. ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് തന്നെ ഇത്രയും തുക ചെലവായാൽ 2 ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് ചെലവ് ഇരട്ടിയാകും. ഭക്ഷണം, മറ്റ് യാത്രാ ചെലവുകൾ എന്നിവ കൂടി കണക്കാക്കിയാൽ ഓണയാത്ര പല കുടുംബങ്ങൾക്കും വലിയ ചെലവായി മാറും. യാത്രക്കാരുടെ തിരക്ക് മുതലെടുത്ത് അമിത നിരക്ക് ഈടാക്കുന്നത് തടയാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ഓണം പോലുള്ള പ്രധാന ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് പെട്ടെന്ന് ഉയരുന്നത് സാധാരണക്കാരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ജോലി ആവശ്യത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്ക് നാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ കഴിയാത്തതിനാൽ ഉയർന്ന നിരക്ക് നൽകേണ്ടി വരുന്നു. അതേസമയം കൂടുതൽ KSRTC സർവീസുകൾ, ട്രെയിൻ സ്പെഷ്യൽ സർവീസുകളും അനുവദിച്ചാൽ സ്വകാര്യ ബസ്സുകളെ മാത്രം ആശ്രയിക്കേണ്ട സാഹചര്യം കുറയ്ക്കാൻ കഴിയും. ബംഗളൂരു, ചെന്നൈ, മംഗലാപുരം എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതൽ സർവീസുകൾ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പ്രധാന നഗരങ്ങളിൽ നിന്ന് കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യമുണ്ട്. ഓണം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ആഘോഷിക്കാനാണ് മലയാളികൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ നാട്ടിലെത്താനുള്ള ടിക്കറ്റ് നിരക്ക് തന്നെ വലിയ ഭാരമാകുന്ന സാഹചര്യം പലരെയും വിഷമിപ്പിക്കുന്നു. തിരക്ക് കൂടുമ്പോൾ ടിക്കറ്റ് നിരക്ക് ഉയരുന്നത് പതിവായാലും
സാധാരണ യാത്രക്കാരെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ നിരക്ക് വർദ്ധിപ്പിക്കരുതെന്നാണ് ആവശ്യം. യാത്രക്കാരുടെ എണ്ണം മുൻകൂട്ടി കണക്കാക്കി KSRTC കൂടുതൽ സർവീസുകൾ ഒരുക്കുകയും ട്രെയിൻ സ്പെഷ്യൽ സർവീസുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ പ്രശ്നത്തിനൊരു പരിധിവരെ പരിഹാരമാകും. ഓണം ആഘോഷിക്കാൻ നാട്ടിലേക്ക് വരുന്ന മലയാളികൾക്ക് സുരക്ഷിതവും കുറഞ്ഞ ചെലവുള്ളതുമായ യാത്ര ഉറപ്പാക്കുകയാണ് പ്രധാനമായി വേണ്ടത്. ഓണം കഴിഞ്ഞ് ജോലിസ്ഥലങ്ങളിലേക്ക് മടങ്ങുന്നവർക്കും ഇതേ സൗകര്യം ലഭിക്കണം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.